ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. തൊടുവരകളുടെ അടുത്ത ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചില ആശയങ്ങൾ പഠിച്ചു. ഇന്ന് ഇത്രയും ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ നമുക്ക് ശ്രമിച്ചു നോക്കാം. ആദ്യത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. In the figure, O is the center of the circle. A, B, C are points on the circle. PA and PB are tangents. What is the measure of angle AOB? Find the angles of triangle APB. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും A, B, C എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളുമാണ്. കൂടാതെ PA, PB എന്നിവ തൊടുവരകളുമാണ്. കോൺ AOBയുടെ അളവെത്ര? ത്രികോണം APBയുടെ കോണുകൾ കണക്കാക്കുക. ചോദ്യം കണ്ടല്ലോ. ഞാൻ ഈ ചോദ്യത്തിലെ ചിത്രം മാത്രം ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. ആദ്യം ചിത്രം. കോൺ സിയുടെ അളവ് 40 ഡിഗ്രിയാണ് എന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിലുള്ള കോണാണ്. അത് മറ്റൊരു കളറിൽ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് 80 ഡിഗ്രിയാണ്. ചാപത്തിലെ കോണിന്റെ ഇരട്ടിയായിരിക്കും മറുചാപത്തിന്റെ കേന്ദ്രകോണം. The central angle of an arc is double the angle in its alternate arc. അതുകൊണ്ട് കോൺ AOB 80 ഡിഗ്രിയാണ്. ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോയാലോ? ചിത്രത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു ചതുർഭുജം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെന്ത് ചതുർഭുജമാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജമാണ്. രണ്ട് തൊടുവരകളും ആ തൊടുന്ന ബിന്ദുവിൽ നിന്നുള്ള ആരങ്ങളും കൂടെ ചേർന്നുണ്ടാകുന്ന ചതുർഭുജം ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എതിർ കോണുകളുടെ തുക 180 ആയി. അതിൽ ഓയിൽ വരുന്ന കോണും 80 ഡിഗ്രിയാണ് എങ്കിൽ പുറത്തു വരുന്ന എതിർ ശീർഷത്തിൽ എതിർ മൂലയിൽ വരുന്ന കോൺ 100 ഡിഗ്രി ആയിരിക്കുമല്ലോ. ചിത്രത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങിയാൽ ഇപ്പൊ ഒരു ത്രികോണം ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആ ത്രികോണത്തിലെ ഒരു കോണും നിങ്ങൾക്കറിയാം. എന്ത് തരം ത്രികോണമാണത്? അതൊരു സമപാർശ്വ ത്രികോണമാണ്. ഇറ്റ് ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എന്തുകൊണ്ടാണ് അത് സമപാർശ്വമായത്? ഇതിനു മുമ്പ് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. പുറത്തുള്ള ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകളുടെ അഥവാ ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആണ് എന്ന്. അതുകൊണ്ട് ആ ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. അതിൽ ബാക്കിയുള്ള രണ്ട് കോണുകളും ഈക്വൽ ആയിരിക്കണം, തുല്യമായിരിക്കണം. അപ്പോ ഒരു കോണ് 100 ഡിഗ്രിയാണ്, ബാക്കി രണ്ട് കോണുകളുടെ അളവുകളുടെ തുക 80 ഡിഗ്രി ആയിരിക്കും. അവയിൽ ഓരോന്നും 40 ഡിഗ്രി വീതമായിരിക്കും. അപ്പോ ത്രികോണം APBയുടെ കോണുകൾ കിട്ടിയല്ലോ. പിയില് 100 ഡിഗ്രി, എയിലും ബിയിലും 40 ഡിഗ്രി വീതം. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു ചോദ്യം കൂടി നോക്കാം. ചോദ്യം സ്ക്രീനിൽ വന്നിട്ടുണ്ട്, ഞാൻ വായിക്കാം, നിങ്ങൾ കൂടെ ഒന്ന് വായിച്ചു നോക്കൂ. In the figure, A, B, C, D, E are points on the circle. PQ is the tangent through B and BD is the diameter. Angle BDC is equal to 50 degree. Angle PBA is equal to 70 degree. Find the following angles. ചിത്രത്തിൽ ABCDE വൃത്തത്തിലെ ബിന്ദുക്കളാണ്. BD വ്യാസവും PQ ബിയിലൂടെയുള്ള തൊടുവരയുമാണ്. കോൺ BDC 50 ഡിഗ്രിയും കോൺ PBA 70 ഡിഗ്രിയുമാണ് എങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള കോണുകളുടെ അളവുകൾ കണക്കാക്കുക. BCD, BAC, BEC, ACB, QBC ഇത്രയും കോണുകളുടെ അളവുകളാണ് കണക്കാക്കേണ്ടത്. നമുക്ക് ആദ്യം ഈ ചിത്രം ഒന്ന് മാറ്റി വരയ്ക്കാം. ചിത്രം കണ്ടല്ലോ സ്ക്രീനിൽ. തന്നിട്ടുള്ള രണ്ട് കോണുകളും അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രത്തിലെ എല്ലാ വരകളും കൂടെ ഒരുമിച്ച് കാണുന്നതിന് പകരം ചില വരകൾ ഞാൻ താൽക്കാലികമായിട്ടൊന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, അതിൽ പുതിയ ഒരു കോണ് കൂടെ ഞാൻ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കോണിന്റെ അളവ് എത്ര ഡിഗ്രിയാണ്? യെസ്, 50 ഡിഗ്രിയാണ് അല്ലെ? കാരണം എന്താണ്? വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരേ ചാപത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. അപ്പൊ ആ കോണിന്റെ അളവും എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രിയാണല്ലോ. അപ്പൊ കോൺ BACയുടെ അളവ് 50 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഇതാ നോക്കൂ, ചിത്രത്തില് വേറൊരു ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ഒരു ത്രികോണം. ആ ത്രികോണത്തിന്റെ ഒരു മൂലയിലെ കോണാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത്.
ആ ത്രികോണത്തിന്റെ ഒരു വശം വൃത്തത്തിന്റെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? വ്യാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പൊ ഞാൻ അടയാളപ്പെടുത്തിയ കോണ് അർദ്ധവൃത്തത്തിലെ കോണായിരിക്കും. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ആൻഡ് ഇറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പൊ കോൺ ബി സി ഡിയുടെ അളവ് 90 ഡിഗ്രി ആണെന്ന് കിട്ടിയല്ലോ. അടുത്ത കോൺ എങ്ങനെയാ കണ്ടുപിടിക്കാൻ നോക്കാം. ഇനി കണ്ടുപിടിക്കേണ്ടത് BEC എന്ന കോണാണ്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഒന്ന് നോക്കൂ. അതെന്താണ്? ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ അതിന്റെ എതിർശീർഷ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. അതുകൊണ്ട് കോൺ BECയുടെ അളവ് 130 ഡിഗ്രി ആയിരിക്കുമെന്ന് പെട്ടെന്ന് പറയാലോ. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏത് കോണാ? കോൺ BAC. ചിത്രത്തിലെ നമ്മൾ കാണേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം മാത്രമേ ഞാനിപ്പോ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം മറച്ചു വെച്ചിട്ടുണ്ട്. ആ കോണ് BAC എന്ന് പറയുന്ന ആ കോണ് ഏതിന് തുല്യമാണ്? തൊടുവരയും ഞാണും തമ്മിലുണ്ടാക്കുന്ന ആ പുറത്തെ കോണിന് തുല്യമാണ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, തൊടുവരയും ഞാണും തമ്മിലുണ്ടാക്കുന്ന കോണ്, ഓരോ ഭാഗത്തും ഉണ്ടാക്കുന്ന കോണ് മറുഭാഗത്തെ വൃത്തഖണ്ഡത്തിലെ കോണിന് തുല്യമാണ്. The angle made by a tangent and a chord is equal to the angle formed in the other part of the circle. അങ്ങനെയാണെങ്കിൽ ആ കോണിന്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞ കോൺ ഏതാ? അതിപ്പതാ സ്ക്രീനിൽ വന്നിട്ടുണ്ട് നീല കളറിൽ. അതും എന്ത് കോണാണ്? തൊടുവരയും ഞാണും തമ്മിലുണ്ടാക്കുന്ന കോണ. തൊട്ടു മുമ്പ് പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഈ കോണിന്റെ കാര്യത്തിലും എടുക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഈ കോണ് തൊടുവരയും ഞാണും തമ്മിലുണ്ടാക്കുന്ന കോണാണ്. അത് മറുഭാഗത്തെ വൃത്തഖണ്ഡത്തിലെ കോണിന് തുല്യമായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോ QBC എന്ന കോണിന്റെ അളവ് ആദ്യം നമുക്ക് തന്നിട്ടുള്ള അല്ലെങ്കിൽ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കോണിന്റെ അളവിന് തുല്യമായിരിക്കും. ഇപ്പൊ ചിത്രം മുഴുവൻ കാണിച്ചിട്ടുണ്ട്. ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കോണുകളും കിട്ടിയല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് വരകളുള്ള ഒരു ചിത്രം കിട്ടിയാൽ അതിൽ നിന്ന് കോണുകളുടെ അളവുകളൊക്കെ കണ്ടുപിടിക്കാൻ? എല്ലാ വരകളും കൂടെ ഒരുമിച്ച് കണ്ടാൽ നമ്മൾ ആകെ കുഴഞ്ഞു പോകും. ഇപ്പൊ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഭാഗങ്ങൾ മായ്ച്ച് കാണിച്ചു തന്നതുപോലെ നമ്മളുടെ ചിത്രത്തിലെ വേണ്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചു നോക്കുകയും നമ്മൾ പഠിച്ചിട്ടുള്ള ജ്യാമിതീയ ആശയങ്ങൾ ആ ചിത്രത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത് എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ ഇതുപോലെ നമുക്ക് എല്ലാ കോണുകളും കണ്ടുപിടിക്കാം. ഈ ചോദ്യം ക്ലാസ്സിന് ശേഷം നിങ്ങൾ നിർബന്ധമായും നോട്ട്ബുക്കിലേക്ക് എഴുതണം. അടുത്തതായി ഈ ചോദ്യം നോക്കൂ. ഈ ചിത്രം കൃത്യമായ അളവിൽ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കണം. എന്തൊക്കെയാണ് ഈ ചിത്രത്തിലുള്ളത്? ഒരു വൃത്തമുണ്ട്, അതിന്റെ ഒരു ഞാണ് നീട്ടി പുറത്തേക്ക് പോയിട്ടുണ്ട്. അതിലെ ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് ഒരു ടാൻജന്റ് അഥവാ തൊടുവര വരച്ചിട്ടുണ്ട്. പക്ഷെ വൃത്തം ആദ്യം വരയ്ക്കാൻ നമുക്ക് തോന്നിയാലും വൃത്തം വരയ്ക്കാൻ ഇവിടെ കഴിയില്ല. എന്തുകൊണ്ടാ? വൃത്തത്തിന്റെ ആരം എത്രയാണെന്ന് തന്നിട്ടില്ല. ചോദ്യത്തില് ഞാണിന്റെ നീളം തന്നിട്ടുണ്ട്, കേന്ദ്രത്തിൽ നിന്നുള്ള അകലം തന്നിട്ടുണ്ട്, ഇതൊക്കെ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ചിലർക്ക് തോന്നും ആരം കണക്ക് കൂട്ടി കണ്ടുപിടിക്കാലോ, 9ാം ക്ലാസ്സിലെ പഠിച്ച ആശയം ഉപയോഗിച്ച് വൃത്തത്തിന്റെ റേഡിയസ് വി ക്യാൻ കാൽക്കുലേറ്റ് എന്നൊക്കെ തോന്നും. പക്ഷെ അല്ലാതെ മാർഗമുണ്ടോ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്തായാലും അറിയുന്ന അളവിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യം ആ വൃത്തത്തിന്റെ ഞാണ് തന്നെ ഒന്ന് പരിഗണിക്കാം. ഞാണിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? 5 സെന്റിമീറ്റർ. അപ്പൊ 5 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരച്ചു വയ്ക്കാം. അപ്പൊ ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തം ഈ വരയുടെ രണ്ടറ്റത്തു കൂടെയും കടന്നു പോകണം. അഥവാ ഈ വര ആ വൃത്തത്തിന്റെ ഞാണാവണം. This line should be the chord of that circle. And we know how to draw a circle passing through the ends of a line. ഒരു വരയുടെ അറ്റത്തു കൂടി കടന്നു പോകുന്ന, രണ്ടറ്റങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ അറിയാം. ആ വൃത്തത്തിന്റെ കേന്ദ്രം എവിടെയായിരിക്കും? ആ വരയുടെ ലംബ സമഭാജിയിലായിരിക്കും. പക്ഷെ ലംബ സമഭാജിയിൽ എവിടെയെങ്കിലും എടുക്കാൻ പറ്റുമോ? ചോദ്യത്തില് അകലം 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? ഇപ്പൊ വരച്ച 5 സെന്റിമീറ്റർ വരയുടെ ലംബ സമഭാജി വരയ്ക്കുകയും, അത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. ലംബ സമഭാജി വരയ്ക്കുകയും അതിൽ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുകയും ചെയ്യുക. ഇതുപോലെ
ഇപ്പൊ എന്തൊക്കെയായി? വൃത്തത്തിന്റെ കേന്ദ്രമായി വൃത്തം കടന്നു പോകേണ്ട 2 ബിന്ദുക്കളും കിട്ടി. ഇനി വൃത്തം വരയ്ക്കാലോ. മുകളിലെ പോയിന്റ് സെന്റർ ആയിട്ട് ഈ ലൈനിന്റെ എൻഡുകളിലൂടെ, അറ്റങ്ങളിലൂടെ ഒരു സർക്കിൾ വരയ്ക്കാം. യെസ്, സർക്കിൾ വരച്ചു. ഇനി നമുക്ക് എന്താ അറിയാം? യെസ്, ആ കോഡ് എത്ര സെന്റിമീറ്റർ കൂടി നീട്ടിയിട്ടുണ്ട്? 4 സെന്റിമീറ്റർ കൂടി നീട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് നീട്ടി വരയ്ക്കാലോ. അപ്പൊ ഇനി വേണ്ടത് എന്താ? ആ താഴെ വരച്ച വരയുടെ ഇങ്ങേ അറ്റത്ത് നിന്ന് നമ്മളുടെ വരച്ചു വെച്ചിട്ടുള്ള വൃത്തത്തിലേക്ക് ഒരു തൊടുവര വരയ്ക്കണം, ടാൻജന്റ് വരയ്ക്കണം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹൗ ടു ഡ്രോ എ ടാൻജന്റ് ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു ദ സർക്കിൾ. വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവര വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ വരയ്ക്കുക? ആ പുറത്തെ പോയിന്റിനെ വൃത്തത്തിന്റെ കേന്ദ്രവുമായി ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യണം. ഇനിയോ ആ പുതിയ വര ഡയമീറ്റർ ആയി ഒരു സെമി സർക്കിൾ വരയ്ക്കണം. ആ പുതിയ ലൈൻ വ്യാസമായി ഒരു അർദ്ധവൃത്തം വരയ്ക്കണം. യെസ്. അപ്പൊ ടാൻജന്റ് തൊടുവര കടന്നു പോകുന്നത് ഇത് ഏത് ബിന്ദുവിലൂടെ ആയിരിക്കും? ആ അർദ്ധവൃത്തവും നമ്മൾ നേരത്തെ വരച്ചു വെച്ചിട്ടുള്ള, തൊട്ടു മുമ്പ് വരച്ചിട്ടുള്ള വൃത്തവും പരസ്പരം കൂട്ടിമുട്ടുന്ന ബിന്ദുവിലായിരിക്കും തൊടുവര കടന്നു പോകുന്നത്. അപ്പൊ ഇനി തൊടുവര വരച്ചാൽ മതിയല്ലോ. യെസ്. ഇങ്ങനെ ഒരു പുതിയ തരം ചിത്രം അല്ലെങ്കിൽ ചോദ്യം കണ്ടാൽ നമ്മൾക്ക് അറിയുന്ന ആശയങ്ങൾ അതിൽ എവിടെ അപ്ലൈ ചെയ്യാം, എവിടെ ഉപയോഗിക്കാം എന്ന് ആലോചിക്കുകയും അവിടുന്ന് ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോവുകയും വേണം. ഈ പറഞ്ഞ ആശയങ്ങളല്ലാതെ മറ്റൊരാശയവും നിങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യത്തിലും ഉണ്ടാവില്ല. അങ്ങനെ 1 or 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പിനുള്ള സൂചന കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, മറ്റൊരു ചോദ്യം കൂടെ നോക്കാം. ചോദ്യം കണ്ടല്ലോ. In the figure, O is the center of the circle. PA and PB are tangents. PA is equal to 4 centimeters. OP is equal to 5 centimeters. Find the area of quadrilateral PAOP. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും PA, PB എന്നിവ തൊടുവരകളുമാണ്. PA സമം 4 സെന്റിമീറ്റർ, OP സമം 5 സെന്റിമീറ്റർ. ചതുർഭുജം PAOB-യുടെ പരപ്പളവ് കണക്കാക്കുക. ചിത്രം കണ്ടല്ലോ സ്ക്രീനിൽ. ഇത്തരം ഒരു ചതുർഭുജത്തിന്റെ പരപ്പളവ് ഇങ്ങനെ 2 അളവുകൾ വെച്ച് കണക്ക് കൂട്ടാനൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്താണ്? പുതിയ ഒരു ചോദ്യം കണ്ടാൽ ഞാൻ പഠിച്ചിട്ടുള്ള എന്ത് ഗണിത ആശയം ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ശരി, ഈ ചിത്രത്തിൽ തന്നിട്ടില്ലാത്ത, അടയാളപ്പെടുത്താത്ത എന്ത് ആശയം നമുക്ക് പറയാൻ പറ്റും? ഉറപ്പായിട്ടും ആ ഒരു കോണ് 90 ഡിഗ്രിയാണെന്ന് പറയാം. അപ്പൊ ആ ത്രികോണം, ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള ത്രികോണം എന്ത് ത്രികോണമായി? മട്ട ത്രികോണമായി. അപ്പോഴും അതിന്റെ പരപ്പളവിനെ കുറിച്ചൊന്നും നമുക്ക് ധാരണ കിട്ടിയിട്ടില്ല. എങ്കിലും നമുക്ക് ഒരു കാര്യം ചെയ്യാം. മട്ട ത്രികോണത്തിന്റെ 2 വശങ്ങൾ കിട്ടിയാൽ മൂന്നാമത്തെ വശം കണക്ക് കൂട്ടാം. If you know the 2 sides of a right angle triangle, we can calculate the 3rd side using Pythagoras theorem. അപ്പൊ ഈ ചിത്രത്തിലെ ഏത് അളവ് നമുക്ക് കണക്ക് കൂട്ടാം? ആരം കണക്ക് കൂട്ടിയെടുക്കാം. സ്ക്രീനിൽ വന്നിട്ടുണ്ട്. OA² എങ്ങനെയാണ് കണക്ക് കൂട്ടിയെടുത്തത്? ഓരോ സ്റ്റെപ്പും ഞാൻ വിശദീകരിക്കണമെന്ന് തോന്നുന്നില്ല. വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഈ ഷെയ്ഡ് ചെയ്ത് വെച്ച ത്രികോണം എന്ത് ത്രികോണമാണ്? മട്ട ത്രികോണമാണ്. മട്ട ത്രികോണത്തിന്റെ പരപ്പളവ് അതിന്റെ ലംബവശങ്ങളുടെ ഗുണനഫലത്തിന്റെ പകുതിയാണെന്ന് നമുക്കറിയാം. ഏരിയ ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഈസ് ഹാഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ലംബവശങ്ങളുടെ നീളങ്ങൾ എത്രയൊക്കെയാണ്? 3ഉം 4ഉം. അപ്പൊ അതിന്റെ പരപ്പളവ് ഹാഫ് ഓഫ് 3 into 4. ഇനി നമുക്ക് നമ്മളുടെ ചതുർഭുജത്തിന്റെ പരപ്പളവ് കിട്ടാൻ ഒരു ഭാഗം കൂടി ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ളതും എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ ഷെയ്ഡ് ചെയ്ത് കണ്ട അതേ മട്ട ത്രികോണത്തിന് തുല്യമായ, ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ അതിന്റെ പരപ്പളവും എന്ത് തന്നെയായിരിക്കും? ഹാഫ് 3 into 4 ആയിരിക്കും. എങ്കിൽ ഈ മൊത്തം ചതുർഭുജത്തിന്റെ പരപ്പളവ് എത്രയായിരിക്കും? 3 into 4, that is 12. അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ്? ഇത്തരം ഒരു ചതുർഭുജത്തിന്റെ, ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ നമ്മൾക്കറിയില്ല.
പക്ഷെ ഈ ചിത്രത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിത്രത്തിൽ ഒരു കോണ് 90 ഡിഗ്രി ആണെന്ന് അറിയാം. അത് അടയാളപ്പെടുത്തി നോക്കി. അപ്പോഴാണ് നമ്മളുടെ മുന്നിൽ ഒരു മട്ടത്രികോണം ഉണ്ടെന്ന് ബോധ്യമായത്. മട്ടത്രികോണത്തിന്റെ 2 വശങ്ങളുടെ നീളം കിട്ടിയാൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ അറിയാം. അത് കണ്ടുപിടിച്ചു. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വന്നത് മട്ടത്രികോണത്തിന്റെ പരപ്പളവ് ലംബവശങ്ങളുടെ പെർപെൻഡിക്കുലർ സൈഡ്സിന്റെ പ്രോഡക്റ്റിന്റെ ഹാഫ് ആണെന്ന്. അത് വെച്ച് നമ്മൾ ഒരു മട്ടത്രികോണത്തിന്റെ കണ്ടുപിടിച്ചു. അങ്ങനെ ഒരു മട്ടത്രികോണത്തിന്റെ കിട്ടിയപ്പോൾ നമുക്ക് ആ ചതുർഭുജത്തിന്റെ മുഴുവൻ പരപ്പളവും എഴുതാൻ പറ്റി. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം പഠിക്കുന്നതിനുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഗണിത ആശയങ്ങളെ പതുക്കെ പതുക്കെ ഒരു ചോദ്യത്തിൽ കൊണ്ടുവന്ന് മുഴുവനായി ഉത്തരം കണ്ടുപിടിക്കുന്നത് എന്നാണ്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരുന്ന ചോദ്യങ്ങൾ ആദ്യം തന്നെ മറ്റൊരാളുടെ സഹായം തേടുന്നതിന് പകരം ഇങ്ങനെ ലളിതമായ ആശയങ്ങൾ ഓരോന്നായി ക്രമമായി ഉപയോഗിച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഒരു ചോദ്യം കൂടി നോക്കാം നമുക്ക്. ചോദ്യം കണ്ടോളൂ. In the figure, sides of triangle ABC are the tangents of the circle. Angle C is equal to 60 degree. PQ is parallel to BC. Find other angles of triangle. ചിത്രത്തിൽ ത്രികോണം ABCയുടെ വശങ്ങൾ വൃത്തത്തിന്റെ തൊടുവരകളാണ്. ABക്ക് സമാന്തരമാണ് PQ. കോൺ C സമം 60 ഡിഗ്രി. ത്രികോണത്തിന്റെ മറ്റു കോണുകൾ കണക്കാക്കും. ചിത്രം സ്ക്രീനിൽ വന്നിട്ടുണ്ട്. അതിലെ ഒരു കോണ്, താഴെയുള്ള കോണ് 60 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമുക്ക് ഈ ചിത്രത്തിൽ പെട്ടെന്ന് പറയാവുന്ന ഒരു പ്രത്യേകത? ത്രികോണത്തിന്റെ വശങ്ങൾ തൊടുവരകളാണ് എന്നുള്ളത് കൊണ്ട് ചില നീളങ്ങളൊക്കെ തുല്യമായിരിക്കും. അതിൽ ഒരു ജോഡി നീളം തുല്യമായത് ഞാനൊന്ന് കളർ മാറ്റി കാണിക്കാം. കണ്ടല്ലോ. എന്തുകൊണ്ടാണ് തുല്യമായത്? പുറമേയുള്ള വൃത്തത്തിന് പുറമേയുള്ള ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻസിന്റെ ലെങ്ത് ഈക്വൽ ആണ്. തൊടുവരകളുടെ നീളം തുല്യമാണ്. മാത്രമല്ല ഈ PQ എന്ന വര താഴെയുള്ള വരയ്ക്ക് പാരലൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, സമാന്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന് സമാന്തരമായിട്ടാണ് PQ വരച്ചിട്ടുള്ളത്. A line drawn parallel to one side of a triangle will divide the other two sides in the same ratio. അത് ഈ ചിത്രത്തിലെ ആ പേര് വശങ്ങളിലെ ബിന്ദുക്കളുടെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? AP is to PB is equal to AQ is to QC. അതില് ചിത്രത്തിൽ നമ്മൾ ഒരു നീളം തുല്യമായിട്ട് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. APയും AQവും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 കാര്യങ്ങളും ശരിയാവണമെങ്കിൽ ഏത് നീളങ്ങളും തുല്യമായേ പറ്റൂ? അംശബന്ധം തുല്യമാവണം. അതിൽ AP എന്ന നീളവും AQ എന്ന നീളവും തുല്യമാണെന്ന് നമുക്കറിയാം. ആ അംശബന്ധം റേഷ്യോ ക്ലിയർ ആവുകയും വേണം. അങ്ങനെയാണെങ്കിൽ ഏത് നീളം തുല്യമാവണം? അപ്പൊ ഈ 2 കാര്യങ്ങളും കൂടി പരിഗണിച്ചാൽ AP AQവിന് തുല്യമാണെന്നും PB QCക്ക് തുല്യമാണെന്നും കൂടെ പരിഗണിച്ചാൽ എന്ത് കിട്ടും? ABയും ACയും തുല്യമാണെന്ന് കിട്ടും. ABയും ACയും തുല്യമാണെങ്കിൽ ആ ത്രികോണം എന്ത് ത്രികോണമാണ്? സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിന്റെ 2 കോണുകൾ തുല്യമായിരിക്കും. അതിൽ താഴെ ഇവിടെയുള്ള കോൺ 60 ഡിഗ്രി ആയതുകൊണ്ട് ഇപ്പുറത്ത് ബിയിലുള്ള കോണും എത്ര ഡിഗ്രി ആയേ പറ്റൂ? 60 ഡിഗ്രി ആയേ പറ്റൂ. ഒരു ത്രികോണത്തിലെ 2 ആംഗിൾസ് 60 ഡിഗ്രി ആയാൽ മൂന്നാമത്തെ ആംഗിളും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ത്രികോണം ABCയുടെ ട്രയാങ്കിൾ ABCയുടെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രിയാണ്. ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതൊരു സമഭുജ ത്രികോണമാണ്. അപ്പൊ ഈ ചോദ്യവും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. അപ്പൊ ഇന്ന് നമ്മളൊരു 4-5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചില ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്ത രൂപം തോന്നും. എന്ന് വെച്ച് ഈ ചോദ്യം ആകെ പ്രശ്നമാണ് എന്ന് തീരുമാനിക്കലല്ല. നമ്മൾ ആ ചിത്രത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ മറച്ചു വെച്ചൊക്കെ കാണിച്ചപ്പോൾ നമുക്ക് ഉത്തരത്തിലെത്താൻ പറ്റി. അതുപോലെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഓരോ ചോദ്യത്തിലെയും ഓരോ ഭാഗങ്ങളായി നോക്കി നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് ആശയങ്ങൾ അതിൽ കണ്ടെത്താൻ പറ്റും. തൊടുവരകൾ എന്ന ചാപ്റ്ററിലാണെങ്കിൽ ഇതുവരെ ആവശ്യമുള്ളത് ഏതൊക്കെ ആശയങ്ങളാണ്? തൊടുവരയും ഞാനും തമ്മിലുണ്ടാക്കുന്ന കോണ് മറുഭാഗത്തെ വൃത്തഖണ്ഡത്തിലെ കോണിന് തുല്യമാണ് എന്നൊരു ആശയം വന്നിട്ടുണ്ട്. ദ ആംഗിൾ മെയ്ഡ് ബൈ
a chord and a tangent is equal to the angle on the other part of the circle. പിന്നെ വേറൊരു അളവ് വന്നിട്ടുള്ളത് ഏതാണ്? വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുള്ളത്, തൊടുവരയും വ്യാസവുമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോണ് 90 ഡിഗ്രിയായി. രണ്ട് തൊടുവരകളും ആ തൊടുന്ന ബിന്ദുവിൽ നിന്നുള്ള ആരങ്ങളും കൂടി ചേർന്നുണ്ടാകുന്ന ചതുർഭുജം ചക്രീയമായി. ഇതുപോലുള്ള 3-4 ആശയങ്ങളാണ് നമ്മൾ തൊടുവരകൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ആശയങ്ങൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ അത് ശ്രദ്ധിക്കാതിരിക്കാൻ ചോദ്യമിടുന്ന ആളുകൾ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളെ പെട്ടെന്നൊന്ന് ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഒരുപാട് വരകളൊക്കെ വരച്ചിട്ട് നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ആ ചോദ്യത്തിലെ ഓരോ വരകളായി 1-2 വരകൾ നമുക്ക് ആവശ്യമുള്ളത് ശ്രദ്ധിച്ചു നോക്കുകയും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ പഠിച്ചിട്ടുള്ള ആശയങ്ങൾ അതിൽ കാണാൻ പറ്റും. പരമാവധി ഇത്തരം ചോദ്യങ്ങൾ കണ്ടെത്തുകയും ആ ചോദ്യങ്ങൾ ഓരോന്നും ഈ പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായി നമ്മൾ പഠിച്ചിട്ടുള്ള ഗണിത ആശയങ്ങളിലൂടെ കടന്നുപോയി ഉത്തരത്തിലെത്തുകയും വേണം. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസിന്റെ സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമുള്ള സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും നോട്ട്ബുക്കിലേക്ക് എഴുതുകയും അത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും വേണം. മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം. നമസ്കാരം.